രേണു സുധി തരംഗം ഇനിയില്ല. സാധാരണക്കാരിയായി വീട്ടിലാകും. ബിഗ് ബോസിന് ശേഷം രേണുവിനെ കാത്തിരിക്കുന്നത്. ബിഗ് ബോസ് സീസൺ 7-ൽ ഏറ്റവും കൂടുതൽ ഹൈപ്പോടെ എത്തിയ മത്സരാർത്ഥിയാണ് രേണു സുധി. പ്രമുഖ ടെലിവിഷൻ താരങ്ങൾ വരെ ഈ സീസണിൽ മത്സരാർത്ഥികളായി വന്നിട്ടുണ്ട്. എന്നാൽ ഇവരെക്കാളും ചർച്ച നടന്നത് രേണുവിന്റെ ബിഗ് ബോസ് എൻട്രിയെക്കുറിച്ചാണ്. എന്നാൽ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ രേണുവിന് സാധിച്ചിട്ടില്ല. രേണുവിനെ കടന്നാക്രമിക്കാൻ ബിഗ് ബോസിൽ നിന്നും കണ്ടന്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച റിയാക്ഷൻ ബ്ലോഗേഴ്സ് പോലും നിരാശയിലാണ്. മിക്കപ്പോഴും വീട്ടിൽ ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ് രേണു. വീട്ടിൽ പല സംഭവ വികാസങ്ങൾ നടക്കുമ്പോഴും രേണു അതിലൊന്നും ഭാഗമാകുന്നില്ല. ടാസ്കുകളിലൊന്നും ആക്റ്റീവ് അല്ലെന്ന് വിമർശനമുണ്ട്. ബിഗ് ബോസ് രേണുവിന് വലിയൊരു അവസരമായിരുന്നു. ഫോട്ടോഷൂട്ടുകളും ആൽബം സോങ്സുമെല്ലാമായി ലൈംലൈറ്റിൽ സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരുന്ന രേണുവിന് മുന്നിൽ തുറന്നിട്ട സാധ്യതകളുടെ വലിയ ലോകം. ഈ പ്ലാറ്റ്ഫോം നന്നായി ഉപയോഗിച്ചിരുന്നെങ്കിൽ രേണുവിന് കരിയറിൽ അത് ഏറെ ഗുണം ചെയ്തേനെ. ബിഗ് ബോസിലെ ഈ പോക്ക് രേണുവിന് ഷോയിൽ നിന്ന് പുറത്തുപോയാലും കരിയറിൽ പ്രതികൂലമായി ബാധിക്കും. രേണുവിന്റെ കാര്യത്തിൽ ജനങ്ങൾക്കുള്ള കൗതുകമാണ് രേണുവിനെ ലൈംലൈറ്റിൽ സജീവമായി നിലനിർത്തിയത്. ബിഗ് ബോസിലൂടെ രേണുവിനെ കുറിച്ച് ജനം മനസ്സിലാക്കി കഴിഞ്ഞു. കുറച്ചുകാലം മാത്രം ലൈംലൈറ്റിൽ വലിയ ചർച്ചയായി പിന്നീട് എവിടെയും കാണാതെ പോയി സെലിബ്രിറ്റികൾ ഒരാളായി രേണു മാറാനുള്ള സാധ്യത കൂടുതലാണ്. ഇതേക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചർച്ചകളും നടക്കുന്നുണ്ട്. കലാപരമായി നല്ലൊരു കണ്ടന്റ് ഇല്ല. ഹൗസിലെ കാര്യങ്ങളിൽ നിലപാടുള്ള സ്റ്റാൻഡില്ല. ഗെയിമുകളിൽ ആക്റ്റീവായി പങ്കെടുക്കുന്നില്ല. നല്ലൊരു ഗ്രൂപ്പ് പോലും ഉണ്ടാക്കുകയോ ഭാഗമാവുകയോ ചെയ്യുന്നില്ല. നമ്മളെപ്പോലെ ഒരു സാധാരണ ശരാശരി മലയാളി വീട്ടമ്മ. അതിനപ്പുറം ഒന്നുമല്ല രേണു സുധി എന്ന തുറന്നുകാട്ടലാണ് സീസൺ 7-ൽ അവർക്ക് സംഭവിച്ചത്. അതൊരു മോശം കാര്യമല്ല, തിരിച്ചറിവ് മാത്രം. മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നതുകൊണ്ട് മാത്രം ഒരാൾ കഴിവുള്ള ഒരാളാകില്ല എന്ന ബോധം ചാനലിലും വന്നിട്ടുണ്ടാകും. ഇത്രയും പെട്ടെന്ന് പുറത്തുവരൂ രേണുജി, നമുക്ക് ഒരുമിച്ചിരുന്ന് ബിഗ് ബോസ് കാണാം. ദ റിയൽ കോമണർ രേണു സുധി എന്നാണ് ബിഗ് ബോസ് പ്രേക്ഷകരുടെ ചർച്ചകൾ നടക്കുന്ന ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന പോസ്റ്റ്.